ഇതെന്താണെന്നറിയാമോ? ഇത്തിരി ചോളപ്പൊടി ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് ഒന്ന് നനച്ചെടുത്തതാണ്. അപ്പോൾ വിചാരിക്കും ഇത് ഭയങ്കരമായിട്ട് നനഞ്ഞു പോയെന്നില്ല. ഈ രീതിയിൽ വേണം നനച്ചെടുക്കാനായിട്ട്. നമ്മൾ എണ്ണയിലിടുമ്പോൾ ഇത് നല്ലവണ്ണം നിവർന്ന് നല്ല തുറന്ന് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരല്പം എണ്ണ ഒഴിച്ച് ചീനിച്ചട്ടി ഒന്ന് അടുപ്പി വെച്ചിട്ടുണ്ട്. ഇതാ കടുക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഈ കുഴച്ച് വച്ചിരുന്ന ഈ ചോളപ്പൊടി ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടുവാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. കണ്ടോ, ഒന്ന് തട്ടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചിടാവേ. നേരത്തെ കട്ട പോലെ ഇരുന്നു, ഇപ്പോൾ വീണ്ടും കണ്ടോ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് തുറന്ന് വന്നിട്ടുണ്ട്. ഇതാണ്ടോ, ഇനിയും ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ഉപ്പുമാവ്, നല്ല റെഡി ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടുവേ. ഇതൊന്ന് അടച്ചിടാവേ, ഒരു 2-3 മിനിറ്റ് അടച്ചിടാവേ. 2-3 മിനിറ്റ് കഴിഞ്ഞു, നമുക്കൊന്ന് നോക്കാവേ. കണ്ടോ, നല്ല അടിപൊളി ഉപ്പുമാവ്, നല്ല തുറന്നുള്ള ഉപ്പുമാവ് നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് തോന്നും ഇങ്ങനെ കട്ടയായി പോകുമെന്ന് തോന്നും അല്ലേ? അങ്ങനെ ഒന്നും ആവത്തില്ല. നമുക്ക് ഈ മഞ്ഞപ്പൊടി നല്ല കൂടുതൽ വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ഇതിലിട്ട് വറുത്താലും നല്ല തുറന്നുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ട എന്തെന്ന് പറഞ്ഞാൽ ഒരല്പം തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ഇതിലോട്ടൊന്ന് തട്ടുവാണ്. ഇതിൻ്റെ കൂടെ ക്യാരറ്റോ സവാളയോ എന്തൊക്കെ വേണമെന്ന് ഇടാം. ചില കുട്ടികൾ അതൊന്നും ഇട്ടാൽ കഴിക്കത്തില്ല. തേങ്ങ മാത്രം ഇട്ട് പഞ്ചസാരയും കൂട്ടി കുട്ടികൾക്ക് കൊടുത്താൽ അവർ അടിപൊളിയായിട്ട് കഴിക്കും. ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ പഴം വേണമെങ്കിലും കൂട്ടി കഴിക്കാം. അപ്പം ഇനി ഈ തേങ്ങയൊക്കെ ഒന്ന് ചൂടായി ഒന്ന് വരുന്നത് വരെ ഒരു 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് ഇതൊന്ന് അടച്ചിടാവേ. ഇതാ ഉപ്പുമാവെല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. തേങ്ങയെല്ലാം വെന്ത് ചേർന്നിട്ടുണ്ട്. ഇതാണ്ടോ, അപ്പോൾ 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് മതി നമുക്ക് അടിപൊളി ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പഴം കൂട്ടിയോ പപ്പടം കൂട്ടിയോ പഞ്ചസാര കൂട്ടിയോ എന്ത് കൂട്ടി വേണമെങ്കിലും ഇത് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മഞ്ഞപ്പൊടിയിൽ ഇങ്ങനെ ഒന്ന് ഉപ്പുമാവ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലോട്ട് നമുക്കൊന്ന് മാറ്റാവേ. എല്ലാം വെന്തു റെഡി ആയിട്ടുണ്ട്. അങ്ങനെ കണ്ടോ, പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഇത് ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ. ഓക്കെ, ബൈ.